മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 മെയ് 6 ബുധൻ. ബംഗാളിൽ വോട്ടർമാരെ വെട്ടിനീക്കിയ മേഖലകളിൽ BJP വലിയ പരാജയം നേടിയതിൽ നിന്നു തന്നെ SIR പ്രക്രിയയുടെ ഉദ്ദേശലക്ഷ്യം വ്യക്തമാവുന്നുണ്ടെന്ന് ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. വിദ്വേഷതന്ത്രങ്ങൾ നിറഞ്ഞാടുമ്പോൾ കേരളത്തിനോടൊപ്പം തിരഞ്ഞെടുപ്പ് നടന്ന ബംഗാൾ, അസം, തമിഴ്നാട് സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ മതനിരപേക്ഷ ശക്തികൾക്ക് നിരാശ പകരുന്നതു മാത്രമല്ല, ജനാധിപത്യത്തെയും നിയമവാഴ്ചയെയും സർവോപരി ഭരണഘടനയെയും മാനിക്കുന്ന ഓരോ ഇന്ത്യക്കാരെയും ആശങ്കപ്പെടുത്തുന്നതുമാണ്. കേന്ദ്രത്തിലെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ആപത്കരമായ അജണ്ടകൾക്കും ഫെഡറൽ മര്യാദകളെ ലംഘിക്കുന്ന നടപടികൾക്കുമെതിരെ അതിശക്തമായി പ്രതികരിക്കുകയും നിയമയുദ്ധം നടത്തുകയും ചെയ്ത MK സ്റ്റാലിനും മമതാ ബാനർജിയും ഭരണത്തിൽ നിന്ന് പുറത്തുപോയതിനൊപ്പം പ്രതിനിധാനം ചെയ്തു വന്ന നിയമസഭാ മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടിരിക്കുന്നു. അതേസമയം കേന്ദ്ര ഭരണകൂടത്തിൻ്റെ വർഗീയ വംശീയ അജണ്ടകൾ അപ്പാടെ നടപ്പാക്കി ന്യൂനപക്ഷ ജനതയെ അപരവൽക്കരിച്ചു പോരുന്ന അസമിലെ ശർമ്മയാകട്ടെ ഭരണ തുടർച്ച നേടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരക്കിട്ട് നടത്തിയ SIR പ്രക്രിയയുടെ മറവിൽ 91 ലക്ഷത്തിനടുത്ത ആളുകളെയാണ് ബംഗാളിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയത്. മുസ്ലിം സമുദായാംഗങ്ങൾ കൂടുതലുള്ള മുർഷിദാബാദ്, 24 നോർത്ത് പർഗാനാസ്, മാൾഡ തുടങ്ങിയ ജില്ലകളിലെ വോട്ടർ പട്ടികയിലാണ് ഇലക്ഷൻ കമ്മീഷൻ കടും വെട്ടുവെട്ടിയത്. മത്തുവ എന്ന ദളിത് സമുദായത്തിലെ അംഗങ്ങളുടെ വോട്ടുകളും വ്യാപകമായി നീക്കപ്പെട്ടു. അയൽ രാജ്യത്തു നിന്ന് അനധികൃതമായി കുടിയേറിയവരുടെ പേരാണ് നീക്കിയത് എന്ന മട്ടിലെ ഒരു പൊതുബോധം രൂപപ്പെടുത്തി ഈ ജനാധിപത്യ നിഷേധത്തിനെതിരായ പ്രതിഷേധങ്ങളെ നിർവീര്യമാക്കുന്നതിൽ ഭരണകൂടം വിജയിച്ചു. 2 പതിറ്റാണ്ടിലേറെ ഇന്ത്യൻ കരസേനയുടെ യൂണിഫോം അണിഞ്ഞ് കാർഗിലിൽ ഉൾപ്പെടെ രാജ്യത്തിനു വേണ്ടി ശത്രു സൈന്യവുമായി പടപൊരുതിയ ഹവിൽദാർ മുഹമ്മദ് ദൗദ് അലിയും മക്കളുമടക്കം ലക്ഷങ്ങൾ ഇത്തരത്തിൽ പുറന്തള്ളപ്പെട്ടു. മണിപ്പൂരിലെ വംശീയ കലാപത്തിൻ്റെ മൂർധന്യഘട്ടത്തിൽ നിയോഗിച്ചതിൻ്റെ എത്രയോ ഇരട്ടി കേന്ദ്ര സേനാംഗങ്ങളെയും വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾക്ക് കുപ്രസിദ്ധരായ UPയിലെ പോലീസ് ഉദ്യോഗസ്ഥരെയും ക്രമസമാധാന പാലനത്തിന് എന്ന പേരിൽ സംസ്ഥാനത്തിറക്കി അതീവ സംഘർഷബാധിത മേഖല എന്ന പ്രതീതിയും സൃഷ്ടിച്ചു. സമ്മതിദാനാവകാശം നിഷേധിച്ചും ഭീതിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചും നടത്തുന്ന വോട്ടെടുപ്പ് പ്രക്രിയയെ സ്വതന്ത്രമെന്നോ നീതിയുക്തമെന്നോ വിളിക്കാനാവില്ല. വോട്ടർമാരെ വെട്ടിനീക്കിയ മേഖലകളിൽ BJP വലിയ വിജയം നേടിയതിൽ നിന്നു തന്നെ SIR പ്രക്രിയയുടെ ഉദ്ദേശലക്ഷ്യം വ്യക്തമാവുന്നുണ്ട്. വോട്ടെണ്ണലിനിടെ CCTV ക്യാമറകൾ ഓഫ് ചെയ്ത് തന്നെ മർദ്ദിച്ചുവെന്നും മെഷീനിൽ കൃത്രിമം നടത്തിയെന്നുമടക്കം അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഫലപ്രഖ്യാപന ശേഷം മമതാ ബാനർജി ഉന്നയിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ധാർമ്മിക പിന്തുണ തനിക്കായതിനാൽ രാജിവെക്കില്ലെന്നും ഗവർണറെ കാണില്ലെന്നും പറയുന്ന മമതയ്ക്ക് ഇന്ത്യ സഖ്യം നേതാക്കൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് കോടതി പിരിഞ്ഞ ശേഷം വാദങ്ങൾ ഉയർത്തുന്നതുപോലെ യുക്തിരഹിതമാണ്. ഈ പിന്തുണയും ഐക്യചിന്തയും ആഴ്ചകൾക്ക് മുമ്പ് പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ ബംഗാളിലേക്കുള്ള ഫാഷിസ്റ്റ് കടന്നുകയറ്റം ഫലപ്രദമായി തടയാമായിരുന്നു. തമിഴ്നാട്ടിലും വോട്ടുവെട്ടലും കേന്ദ്ര സർക്കാരിൻ്റെ അമിതാധികാര പ്രയോഗങ്ങളും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഉന്നമിട്ട് ഏറെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പലവിധ വർഗീയ തന്ത്രങ്ങളും പയറ്റുകയുണ്ടായി. നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ടിറങ്ങി പ്രചാരണത്തിന് നേതൃത്വം നൽകി. മോദി ഭരണകൂടത്തെ പലവരും വെല്ലുവിളിച്ച MK സ്റ്റാലിൻ്റെ ഭരണം ഏതുവിധേനയും അവസാനിപ്പിക്കുക എന്ന ആഗ്രഹം സഫലമായെങ്കിലും കഴിഞ്ഞ തവണ 4 MLAമാരുണ്ടായിരുന്ന BJP ഒരു സീറ്റിലൊതുങ്ങി. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്ന നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴ് വെട്രി കഴകം സർക്കാർ രൂപവൽക്കരിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. മറ്റു കക്ഷികളുടെ പിന്തുണയോടെ രൂപവൽക്കരിക്കുന്ന സർക്കാരിനെ കേന്ദ്രം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന് കാത്തിരുന്നു കാണാം. വംശീയ വിദ്വേഷം വമിപ്പിക്കുന്ന വീഡിയോകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് അസമിൽ BJP ഈ തെരഞ്ഞെടുപ്പ് സീസണിന് തുടക്കമിട്ടതു തന്നെ. പിന്നാലെ കേന്ദ്രത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും BJP നേതാക്കൾ പറന്നിറങ്ങി വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി മടങ്ങി. ഇതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇലയനക്കം പോലും ഉണ്ടായില്ല. വംശീയ ആഖ്യാനങ്ങൾ കുമിഞ്ഞുകൂടിയ ഒരു തെരഞ്ഞെടുപ്പിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഫലം പ്രതീക്ഷിക്കുന്നത് അസാധ്യമാണ്. ഈ പ്രചരണങ്ങൾ സൃഷ്ടിച്ച ധ്രുവീകരണം സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിതം ദുരിതഭരിതമാക്കുമെന്നതാണ് അതിൻ്റെ പ്രത്യാഘാതം. കേവലം കുറച്ച് വോട്ടുകളും സീറ്റുകളും ഒപ്പിച്ചെടുക്കാൻ വർഗീയ പ്രചരണങ്ങളും വംശീയ ആഖ്യാനങ്ങളും ഇറക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഈ അപകടം തിരിച്ചറിയേണ്ടതുണ്ട്. മാധ്യമം പോഡ്കാസ്റ്റ്.